എങ്ങനെയാണ് അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായത്? യെരുശലേം, യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ആത്മശക്തിയോടെ അവരെങ്ങനെ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച്, ആത്മാവ് എങ്ങനെയാണ് ശക്തീകരിക്കുന്നത്, ആത്മാവ് എങ്ങനെയാണ് നടത്തുന്നത്, ആത്മാവ് എങ്ങനെയാണ് ഉപദേശിക്കുന്നത്, ആത്മാവ് എങ്ങനെയാണ് കൗൺസിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ വളരെ വേഗത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 37 ആ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ 1-ാം അധ്യായം മുതൽ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വാക്യങ്ങൾ മാത്രം, ഇങ്ങനെ റെഫറൻസ് മാത്രം പറയാം. 1-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ഉയിർത്തെഴുന്നേറ്റ കർത്താവ് അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന, അത് പിതാവിൻ്റെ വാഗ്ദത്തമാണ് എന്നതാണ് അവരോട് പറയുന്നത്. 1-ാം അധ്യായം 8-ാം വാക്യം, ആത്മസ്നാനത്തിലൂടെ അവർക്ക് ലഭിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി. അപ്പം 4-5 വാക്യത്തിൽ ആത്മസ്നാനത്തെക്കുറിച്ചുള്ള കൽപ്പന, ആത്മസ്നാനത്തിലൂടെ 8-ാം വാക്യത്തിൽ അവർക്ക് ഹോളി സ്പിരിറ്റിൻ്റെ പവർ ലഭിക്കും. അത് യേശുവിൻ്റെ സാക്ഷിയാകാനാണ്. ഈ വാഗ്ദത്തങ്ങൾ ഏറ്റെടുത്തവർ 1-ാം അധ്യായം 14-15 വാക്യത്തിൽ ഏകദേശം 120 പേരുടെ ഒരു സംഘം മാളിക മുറിയിൽ കാത്തിരിക്കുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയും. അവർ പ്രാർത്ഥനയോടെ അവിടെ ആയിരിക്കുന്നു. 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി നമുക്ക് കാണാൻ കഴിയും. കാത്തിരുന്ന ഏകദേശം 120 പേരുടെ മേൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ ഡിസെൻഡ് ചെയ്യുന്ന ഒരനുഭവം നമുക്ക് കാണാൻ കഴിയും. അതിനെ തുടർന്ന് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വലിയ പുരുഷാരം അവിടെ ഓടിക്കൂടി. അതിൻ്റെ കാരണം, ഈ ആത്മാവിൻ്റെ ബാപ്റ്റിസം അവരുടെ മേൽ നടക്കുമ്പോൾ ചില സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. കൊടിയ കാറ്റിൻ്റെ ശബ്ദം, അഗ്നിനാവുകൾ പോലെ പിളർന്ന നാവുകൾ ഓരോരുത്തൻ്റെ മേൽ വന്ന് പതിയുന്ന അനുഭവങ്ങൾ. അതിൽ കൊടിയ കാറ്റിൻ്റെ ശബ്ദമെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർഫുൾ സൗണ്ടാണ്. അത് കേട്ട അനേക ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഓടിക്കൂടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ ഓടിക്കൂടിയവർ 2ആയിട്ട് തിരിഞ്ഞു. കുറെ ആളുകൾ പറയുന്നു, ഇത് നമ്മുടെ ഭാഷയിൽ ഇവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എല്ലാവരും യഹൂദന്മാരാണ്, പക്ഷെ അവർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പാർത്ത ആളുകൾ പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നവരാണ്. അപ്പോൾ പറയുന്ന അന്യഭാഷകൾ അവരായിരുന്ന ആ ദേശങ്ങളിലെ ഭാഷയായിട്ട് അവർക്ക് മനസ്സിലാകുന്നു. അങ്ങനെ അത് ദൈവത്തെ മഹത്വീകരിക്കുകയാണെന്ന് കുറേ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ വേറെ കുറേ ആളുകൾ ഈ ആത്മപ്രവൃത്തിയെ വിമർശിക്കുന്നു, പരിഹസിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നത് ഇത് ഇവര് പുതിയ വീഞ്ഞ് കുടിച്ചതാണ്. 14 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ ഇതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് ഒരു പ്രസംഗം പ്രസംഗിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ 37-ാം വാക്യം പ്രസംഗത്തോടുള്ള പ്രതികരണമാണ്. അത് പിന്നീട് ഞാൻ പറയാം. 38-ാം വാക്യത്തിൽ ജനം പ്രതികരിച്ചതിനോട് അപ്പോസ്തലൻ്റെ മറുപടിയുമാണ്. അപ്പോൾ 14 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ ദീർഘമായ ഒരു പ്രസംഗമാണ്.
39 വരെ എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും 40-ാം വാക്യം കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനോട് പ്രതികരിച്ചാണ് 41-ാം വാക്യത്തിൽ 3000-ഓളം ആളുകൾ സ്നാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പത്രോസിൻ്റെ ഈ പ്രസംഗം ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അതിനോടാണല്ലോ 37-ാം വാക്യത്തിൽ ജനം പോസിറ്റീവായി പ്രതികരിക്കുന്നതായിട്ട് കാണുന്നത്. ഒന്നാമത്തെ ഒബ്സർവേഷൻ, ഇറ്റ് വാസ് ബോൾഡ് പ്രീച്ചിങ്. വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ എതിർക്കുന്നവരുടെ നടുവിൽ ആത്മനിറവിൻ്റെ ഒരു സന്ദേശം പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലനായ പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇതേ പ്രസംഗിയാണ് ചില നാളുകൾക്ക് മുൻപ് ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് മുൻപിൽ ഭയന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പരസ്യമായി തള്ളിപ്പറയുകയും തന്നെത്താൻ പ്രാകുകയും ചെയ്തത്. ഈ മനുഷ്യനാണ് ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുമ്പോൾ വളരെ ശക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഈ ഡിഫറൻസ് എങ്ങനെയാണ് വന്നത്? പേടിത്തൊണ്ടൻ പ്രാഗൽഭ്യത്തോടെ വചനം പറയുന്നത് എങ്ങനെയാണ്? ഇതാണ് കർത്താവ് പറഞ്ഞ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലെ രഹസ്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അങ്ങനെയാണ് ഈ പേടിത്തൊണ്ടൻ ബോൾഡ് പ്രീച്ചറായി മാറിയത്. നിങ്ങൾക്കെവിടെങ്കിലും ലജ്ജ തോന്നുന്നെങ്കിൽ, ഭയം തോന്നുന്നെങ്കിൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ ചാർച്ചക്കാരുടെ നടുവിലോ നാട്ടിലോ ഉയർത്തുന്നതിൽ നിങ്ങൾക്ക് ഭീതിയോ ഭയമോ ലജ്ജയോ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. എന്നിട്ട് 14 മുതൽ അദ്ദേഹം ഈ പ്രസംഗം തുടങ്ങുമ്പോൾ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ലോജിക്കൽ റെഫ്യൂട്ടേഷനാണ് പറയുന്നത്. അവരുടെ ആരോപണം ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചതാണെന്ന്. പീറ്റർ തിരിച്ചു പറയുന്നത് നോ, കാരണം രാവിലെ 9 മണി ആയിട്ടേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ. ഇപ്പൊ ലോജിക്കലായി ആദ്യം അവരുടെ സംശയം, അവരുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ട് 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ പ്രാരംഭഘട്ടമാണ്. മെസ്സേജ് മുഴുവനും നമുക്ക് രണ്ടാമത്തെ ഒരു ഒബ്സർവേഷൻ എടുക്കാൻ കഴിയും. പോൾ വാസ് പ്രീച്ചിങ് സ്ക്രിപ്ചറൽ ട്രൂത്ത്. യോവേൽ പ്രവചനത്തിലെ വാക്യങ്ങൾ എടുക്കുന്നു, സങ്കീർത്തന ഭാഗത്തിലെ വാക്യങ്ങൾ എടുക്കുന്നു. വാക്യങ്ങളുടെ അകമ്പടിയോടെ അവർക്കുണ്ടായ അനുഭവത്തെ വിശദീകരിക്കുകയാണ്. ഇറ്റ് വാസ് സ്ക്രിപ്ചറൽ പ്രീച്ചിങ്. നമ്പർ 1, ബോൾഡ് പ്രീച്ചിങ്. നമ്പർ 2, സ്ക്രിപ്ചറൽ പ്രീച്ചിങ്. നമ്മളുടെ ഈ ചർച്ചിനെ ഇവിടെയും തിരുവല്ലയിലുമുള്ള ദൈവസഭയിൽ 6-7ഓളം പ്രസംഗികളുണ്ട്. അവരുടെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഇതാണ് ബിബ്ലിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ ഗോസ്പൽ. ഇങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്. അല്ലാതെ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതല്ല പ്രസംഗം. ഞാനിവിടെ നിന്ന് വാചാലമായി ഏതെങ്കിലും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് കർത്താവ് സംസാരിക്കുന്നു എന്ന് പറയുന്നതല്ല പ്രസംഗം. അപ്പോസ്തോലന്മാരുടെ ശീലം അതല്ലായിരുന്നു. റാൻഡമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് ആളുകളുടെ കയ്യടി നേടുന്നത് അല്ലായിരുന്നു അവരുടെ പരിചയം. അവർ കൃത്യമായി പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ അനുഭവങ്ങളെയും യേശുക്രിസ്തുവിനെയും
അവർ തെളിയിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. അതായിരിക്കട്ടെ നമ്മുടെയും പരിചയം. 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. He was explaining their experience in the light of scripture. അവിടുത്തെ മുഖ്യ വിഷയം അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ അവര് ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ പോർ ഔട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ക്ലൈമാക്സ് 21 വാക്യത്തിലാണ് കൊണ്ടുവരുന്നത്. 21 വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്പെടും. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് ജ്യൂസ് ഇത് കേൾക്കുന്നത്. അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് he is saying the messianic age has come. മശിയായുടെ ഏജ് വന്നിരിക്കുന്നു. എന്നിട്ട് 21 വാക്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. ഉടനെ സാധാരണ ഒരു യഹൂദന്മാർ ആഗ്രഹിക്കുന്നത് മശിയ വരണമെന്നാണ്. യഹൂദന്മാരുടെ ആഗ്രഹമാണ്. they looking forward to the coming of the Messiah. അവർ കർത്താവായ യേശുക്രിസ്തു ഒന്നാമത്തെ വരവിൽ അവരെ അക്സെപ്റ്റ് ചെയ്തില്ല ഒരു സമൂഹമായിട്ട്. അവരെ നോക്കി പാർക്കുകയാണ്. പക്ഷെ അവരുടെ പ്രതീക്ഷ മുഴുവനും ഒരു മിലിറ്ററി റൂളറായിരിക്കും. അവരുടെ പ്രശ്നം അവരെ ഭരിക്കുന്ന റോമക്കാരെ അട്ടിമറിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും മസ്സയ എന്ന ചിന്തയാണ് അവർക്ക് ഉള്ളിലുള്ളത്. ഇവിടെ പീറ്റർ എഴുന്നേറ്റ് പറയുന്നു മഷിയാനിക് ഏജ്, അന്ത്യകാലം വന്നിരിക്കുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു യഹൂദന്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ചിന്ത, ഹു ഈസ് ദിസ് മസായ? ഏതാ ഈ കർത്താവ്? അവര് വാഗൊണ്ട് പറഞ്ഞില്ല, അവരുടെ ഉള്ളിൽ അങ്ങനെ സ്വാഭാവികമായ ഒരു ചിന്ത വരാൻ സാധ്യതയുള്ളതുകൊണ്ട് 22 വാക്യം മുതൽ 36 വാക്യം വരെ ജീസസ് ഓഫ് നാസറത്ത് ഈസ് യോർ മസായ എന്നതാണ് പീറ്ററിന്റെ മെസ്സേജ്. 17 മുതലുള്ള വാക്യങ്ങളിൽ അവരുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ മെസ്സേജിന് പറയുന്നു. 22 വാക്യം മുതൽ ദ മെയിൻ തീം ഓഫ് ദ സർമൺ, മെയിൻ തീം ഓഫ് ദ സർമൺ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ആത്മനിറവുള്ള പ്രസംഗത്തിൽ പ്രധാന വിഷയം കർത്താവായ യേശുക്രിസ്തുവാണ്. യു ടേക്ക് ഔട്ട് ജീസസ് ഫ്രം എ സർമൺ, വാട്ട് റിമെയിൻസ്? ഒന്നും പിന്നെ ഇല്ല. ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഗ്രഹിക്കണം. ഇവിടുത്തെ സകല പ്രസംഗികളും ഇത് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ്. 22 വാക്യത്തിൽ യേശുവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, 23 വാക്യത്തിൽ യേശു മരിച്ചു, 24 മുതൽ 32 വരെ 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു, 33 മുതൽ 36 വരെ യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. ഇങ്ങനെ യേശുവിനെ ഉയർത്തിയപ്പോൾ 37-ാം വാക്യത്തിൽ പ്രസംഗത്തെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യമാണ് 37-ാം വാക്യം. ആ 37-ാം വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോൾ ആ 37, 38 വാക്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്രഹിക്കാൻ അത് കാരണമായി തീരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 37-ാം വാക്യം, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആ 37-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ 2 വാക്കുകൾ, ഇത് കേട്ടിട്ട്. എന്ത് കേട്ടു? 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അവരോട് ചില ലോജിക്കൽ കാര്യം പറഞ്ഞിട്ട് 17 മുതൽ ദീർഘമായൊരു പ്രസംഗം നടക്കുക.
അതിൽ 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഈ മശിയ ആണ് മസ്സായ, നിങ്ങളുടെ മസ്സായ. ഈ മസ്സായയെ നിങ്ങൾ ക്രൂശിച്ചു. മസ്സിയായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ദൈവം യേശു കർത്താവിനെ, അവരുടെ മസ്സയായെ അയച്ചു. അവർ തിരിച്ചറിയാതെ അതേ മസ്സായയെ അവർ കൊന്നു. ഇതാണ് 36 വാക്യത്തിൽ അതിശക്തമായി അദ്ദേഹം പറയുന്നത്. ഇത് കേട്ടിട്ട്, ഇതാണ് അവർ കേട്ടത്, പ്രസംഗമാണ് കേട്ടത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസംഗമാണ് കേട്ടത്. അവിടെ ഞാൻ അല്പം എംഫസിസ് കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ചിലയിടങ്ങളിൽ ആളുകൾ ചിന്തിക്കുന്നത് പ്രസംഗത്തിലല്ല കാര്യമിരിക്കുന്നതെന്നാണ്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ബിബ്ലിക്കൽ അല്ല. അപ്പോസ്തല പ്രവർത്തികളിൽ 19 പ്രസംഗമുണ്ട്. ഞാൻ വേണേ അതിൻ്റെ റെഫറൻസ് തരാം. 8 പ്രസംഗം പത്രോസിൻ്റെയാണ്. 1-ാം അധ്യായം, 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം, 5-ാം അധ്യായം, 10-ാം അധ്യായം, 11-ാം അധ്യായം, 15-ാം അധ്യായം. ഇറ്റ്സ് ഓൾ പീറ്റേഴ്സ് സെർമൺസ്. ചുമ്മാതെ വാചകമടിക്കരുത്. ദൈവവചന ശുശ്രൂഷ അല്ല നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ. പൗലോസ് 9 പ്രസംഗങ്ങൾ നടത്തി. റഫറൻസ് ചെയ്യാൻ തരാം. 13-ാം അധ്യായം, 14-ാം അധ്യായം, 17-ാം അധ്യായം, 20-ാം അധ്യായം, 28-ാം അധ്യായം. അത് മാത്രമല്ല, 22 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളിൽ 4 ഡിഫൻസ് സ്പീച്ചുകളും പോളിൻ്റേത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലാതെ യാക്കോബ് അപ്പോസ്തോലൻ 15-ാം അധ്യായത്തിൽ ഒരു പ്രസംഗം നടത്തി. സ്തേഫാനോസ്, ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി, 7-ാം അധ്യായത്തിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. വൈദ്യനായ ലൂക്കോസ് ഈ ഒരു ചരിത്ര പുസ്തകം എഴുതുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിലെ അപ്പോസ്തോലന്മാരും ഡീക്കന്മാരും they were spirit filled preachers of the word of God. ഇത് നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും എവിടെങ്കിലും എത്ര ഫേമസ് ആയിട്ടുള്ള ആള് പറഞ്ഞാലും don't you believe that, you go to the scriptures. അവർ ഈ പ്രസംഗമാണ് കേട്ടത്. ഞാൻ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. പത്രോസിന്റെ പ്രസംഗം, 1-ാമത്തെ പ്രസംഗം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പ്രസംഗം, ദൈവവചന ശുശ്രൂഷയെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിൻ്റെ പ്രസംഗമാണ് സുവിശേഷീകരണത്തിനും ആത്മവർദ്ധനവിനും ദൈവം വെച്ചിരിക്കുന്ന മീഡിയം. നിങ്ങളുടെ രോഗം സൗഖ്യമാകും, അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്നല്ല. നിങ്ങളുടെ കടഭാരം മാറിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടെന്നല്ല. ഒരാളുടെ ഭൂതം വിട്ടുപോകുന്നത് ആവശ്യമാണ്, അതിൻ്റെ അർത്ഥം ആ ആൾ രക്ഷിക്കപ്പെട്ടെന്നല്ല. ദൈവം ലോക സുവിശേഷീകരണത്തിന് വെച്ചിരിക്കുന്ന മീഡിയം ഈസ് ബൈ പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ്. വളരെ സട്ടിലായിട്ടാണ് അതിനകത്ത് നിന്ന് നിഷ്കളങ്കരായ ജനത്തിന്റെ ശ്രദ്ധ മാറ്റുന്നത്. ദൈവമാണ് ഇങ്ങനെ ഒരു മെത്തേഡ് വെച്ചിരിക്കുന്നത്. സുവിശേഷീകരണം സഭ നടത്തേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസംഗത്താലാണ്. ഇറ്റ് മേ നോട്ട് സൗണ്ട് വെരി ലോജിക്കൽ ടു ദി മോഡേൺ മാൻ. മോഡേൺ മാനാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രസംഗം എന്ന മീഡിയ
കുറിച്ച് ആളുകൾക്ക് ഒരു പുവർ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനിയിപ്പോൾ 1 മണിക്കൂർ പ്രസംഗിക്കുമായിരിക്കും, അതാണ് മെയിൻ കാര്യം. ഞാനൊരിക്കൽ പത്തനംതിട്ടയില് ഒരു യോഗത്തില് യോഗം അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരു ശുശ്രൂഷകനെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യുകയാണ് അവരുടെ സഭയിൽ വന്ന് ശുശ്രൂഷിക്കാൻ. ഞാനിത് ശ്രദ്ധിക്കുക, തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ശുശ്രൂഷകൻ പറഞ്ഞു, ഞാൻ വരാം, വചന ശുശ്രൂഷയ്ക്ക് ശേഷം ആത്മീക ശുശ്രൂഷ ചെയ്യാനുള്ള അനുവാദമുണ്ടോ? ഞാൻ അന്തം വിട്ടുപോയി. അപ്പൊ വചന ശുശ്രൂഷ ആത്മീക ശുശ്രൂഷ അല്ലേ? വാട്ട് ഈസ് ഹി ടോക്കിംഗ്? ഈ തെറ്റിദ്ധാരണയിൽ NLAG-യിലുള്ളവരാകരുത്. ദൈവമാണ് ദൈവത്തിൻ്റെ സുവിശേഷത്തെ ദൈവവചന ശുശ്രൂഷയിലൂടെ പ്രഘോഷിക്കുവാൻ ആളുകളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗോഡ്സ് മെത്തേഡ്. നിങ്ങൾക്ക് ദൈവവചനം അറിയാവുന്നവരാണ്. എന്നാൽ നിങ്ങളെ ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടൊന്ന് പറയാം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ എല്ലാം പ്രസംഗികളായിരുന്നു, അല്ലേ? യു ടേക്ക് ജെറമായ, യു ടേക്ക് ഐസയ, യു ടേക്ക് എനിവൺ. ഏറ്റവും അവസാനത്തെ ആളായിരുന്നു ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആരായിരുന്നു? ഹി വാസ് എ പ്രീച്ചർ. മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന വിലയേറിയ ദൂത് യഹൂദന്മാരോട് പ്രഘോഷിച്ചയാളാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ഹി വാസ് ദ ലാസ്റ്റ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ്. അത് കഴിഞ്ഞ ഉടനെ ദൈവത്തിന്റെ പുത്രനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രംഗത്തിൽ കടന്നു വരുന്നു. Who was Jesus Christ? God had only one son and God made him a preacher of the word of God. മനസ്സിലാക്കുക പ്രിയരെ, അല്ലാതെ ഫേമസ് ആള് പറഞ്ഞ ഉടനെ ചായരുത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം, അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 4:43, അവൻ അവരോട്, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിലും ദൈവരാജ്യം സുവിശേഷീകരിക്കേണ്ടതാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ പ്രൊക്ലെയിം ചെയ്യേണ്ടതാകുന്നു. ഇതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിതാവാം ദൈവം പുത്രനെ അയച്ചത് എന്തിനാ? ടു പ്രൊക്ലെയിം ദ ഗോസ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പീറ്ററിന്റെ പ്രീച്ചിങ് ആണ് അതിന്റെ ആദ്യ ഭാഗത്ത് നിന്ന്. പ്രീച്ചിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയണം, അല്ലെങ്കിൽ നമ്മൾ മിസ്ഗൈഡഡ് ആയി പോകും. That is God's method in evangelism. That is God's method to edify people. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ഈ പുസ്തകത്തിൽ അതിനുശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അപ്പോസ്തോലന്മാർ രംഗത്തിറങ്ങി. അവരെല്ലാം പ്രീച്ചേഴ്സാണ്. പെന്തക്കോസ്ത് ദിവസം ചർച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗമാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ലോക ക്രിസ്തീയ ചരിത്രത്തിലെ എല്ലാ ഉണർവുകളും നിങ്ങൾ പരിശോധിക്കുക. എവിടെയൊക്കെ പ്രാർത്ഥനയും ബിബ്ലിക്കൽ പ്രീച്ചിങ്ങും ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം റിവൈവൽ ഉണ്ടായിട്ടുണ്ട്. യു cannot take away the preaching of the word of God. അത് ദൈവം വെച്ച മീഡിയമല്ലേ? ഇവിടെയുള്ള എല്ലാ പ്രസംഗികളോട് ഞാൻ പറയാം, കർത്താവിൽ സന്തോഷിക്കണം. എളിയവരായ നമ്മളെ ഈ മഹത്വമുള്ള സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മളെ അഭിഷേകം ചെയ്തില്ല. എനിക്ക് എനിക്ക് ആ ശുശ്രൂഷ ഈശ്വരനോ വെരി ഹാപ്പി. എളിയവനായ എന്നെ that God counted me to preach the gospel. ദൈവസഭയുടെ മിഷൻസിൻ്റെ
കാതലായ സെൻട്രൽ ആയിട്ടുള്ള കാര്യം പ്രീച്ചിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ആണ്. എന്നാൽ ഇന്ന് ദൈവസഭയുടെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. എന്താണ് ആധുനിക സഭയുടെ ന്യൂനത? ഒന്ന്, ദൈവസഭകളിൽ രക്ഷിക്കപ്പെടാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അൺകൺവേർട്ടഡ്, റീജനറേറ്റ് ആകാത്ത ആമ്പിള്ളാരും പെമ്പിള്ളാരും സഭകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടുത്തെ മാത്രമല്ല, ലോകവ്യാപകമായി അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആളുകളെയും കൊണ്ട് ദൈവസഭയ്ക്ക് എങ്ങനെയാണ് ദൈവം കൊടുത്ത ദൗത്യം ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു മേജർ പ്രോബ്ലം, രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നവർ പോലും വെരി ഷാലോ ബിലീവേഴ്സ്. പലർക്കും ദൈവവചനം ആധികാരികമായി അറിയത്തില്ല. സുവിശേഷം എന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ they don't know. അടിസ്ഥാന ഉപദേശം അറിയാമോ? നോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട ന്യൂനതകൾക്ക് കാരണം എന്താണെന്നറിയാമോ? പുൾപിറ്റുകളിൽ നിന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ പ്രഘോഷണങ്ങൾ വ്യാപകമായി നടക്കുന്നില്ല. അതാണ് കാരണം. നമ്മളിവിടെ we preach Christ. എല്ലാ ഞായറാഴ്ചയും we have no other program but preach Christ. ഒന്നുകിൽ രക്ഷിക്കപ്പെടും, അല്ലെ ഇവൻ സഭ വിടും. I will not make you comfortable, I'll tell you that. ഒന്നുകിൽ രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ഈ യേശുവിനെ വേണ്ടെന്നും പറഞ്ഞു പോകും. But Christ will be, must be preached. എന്തുകൊണ്ടാണ് യേശുവിനെ വേണ്ടാത്തെന്നറിയാമോ? They love sin. പാപം ഇഷ്ടമായി എനിക്ക്. അതുകൊണ്ടാണ് എൻ്റെ മരണം വരെ I will preach the word of God. ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് എൻ്റെ സമർപ്പണം. നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ഈ ഷാലോ പുൾപിറ്റുകളാണ്, പ്രസംഗമില്ലാത്ത. നമ്മൾ ഈ നോക്ക്, പെന്തക്കോസ്ത് മാത്രമല്ല, നിങ്ങൾ ഈ പള്ളികളെല്ലാം നോക്ക്, പ്രസംഗിക്കപ്പെടുന്നില്ല ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് വിശ്വാസികൾ ആരെയാ വിശ്വസിക്കുന്നത്? എന്താണ് വിശ്വസിക്കുന്നത്? ഷാലോ ആണ്. മിക്കവരും അൺകൺവേർട്ടഡ്. എത്ര ഭയാനകമാകുന്ന ഒരു രീതിയാണ്. 37 വാക്യത്തിൻ്റെ ആദ്യത്തെ 2 വാക്ക് വായിച്ചപ്പോൾ ആണ് ഞാനിത് പറഞ്ഞത്. പെട്ടെന്ന് വായിക്കാം. അത് ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കേട്ടു? പത്രോസിന്റെ ആത്മനിറവിലുള്ള, പ്രാഗൽഭ്യത്തോടെയുള്ള, ക്രിസ്തു കേന്ദ്രിതമായിട്ടുള്ള പ്രസംഗം കേട്ടിട്ട് അത് ഇഫക്റ്റീവായി. അതാണ് ഇഫക്റ്റീവ് ആകേണ്ടത്. പാട്ട് പാടിയപ്പോൾ ആരും രക്ഷിക്കപ്പെടത്തില്ല. അനുഭവ സാക്ഷ്യത്തിലല്ല രക്ഷിക്കപ്പെടുന്നത്. യു ഹിയർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം വെച്ചിരിക്കുന്നതാണ്. പാട്ട് പാടുമ്പോൾ നമുക്ക് ദൈവത്തെ പുകഴ്ത്താം, ആരാധിക്കാം, സന്തോഷമുണ്ട് ആത്മീകമായി. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സാക്ഷ്യം പറഞ്ഞ ആളിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടുമായിരിക്കും. പക്ഷെ രക്ഷിക്കപ്പെടണമെങ്കിൽ യു നീഡ് ടു ഹിയർ അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ത്രൂ ഗോഡ്സ് ഇംപെരിഷബിൾ വേർഡ്. ആമേൻ. ഇത് കേട്ടിട്ട് അടുത്തത്,
അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പൊ പ്രീച്ചിങ് ഇല്ലെങ്കിലോ? വി കം ഹിയർ ആൻഡ് ജോയ്ഫുൾ പാടി എന്താ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇന്നലെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നത്തിങ് വിൽ ഹാപ്പൻ. നമുക്കെല്ലാം കൂടെ ചാടാം, ഇറ്റ്സ് ഗുഡ്, നല്ലതാണ്. പക്ഷേ അകത്ത് ഒന്നും നടക്കത്തില്ല. ദൈവം വെച്ചിരിക്കുന്നത് ഇറ്റ്സ് ത്രൂ ദ പ്രീച്ചിങ് ഓഫ് ദ വേർഡ്. കെടാത്ത ബീജം, നിലനിൽക്കുന്ന ബീജം, നിത്യ ജീവൻ പകരുന്ന ദൈവത്തിന്റെ ബീജം, ദൈവത്തിന്റെ വചനമാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. 2 മിനിറ്റ് ഞാൻ അവിടെ നിൽക്കുക. ഓഡിയൻസ് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിൽ പലർക്കും പങ്കുള്ളവരാണ്. അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. 37-ാമത്തെ വാക്യമായപ്പോഴത്തേക്ക് അവരുടെ പ്രതികരണം ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. ഈ പ്രസംഗം അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന്. ഉറങ്ങുകയല്ലായിരുന്നു, ഏതായാലും അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അങ്ങനെയാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എങ്ങനെ ഈ കുത്തുകൊള്ളുന്നത്? ആദ്യം ഞാൻ ഈ കുത്തുകൊണ്ടു എന്നുള്ള വാക്ക് തന്നെ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. കുത്തുകൊണ്ടു. ഞാൻ ആ ഗ്രീക്ക് വാക്കൊന്നും പറയുന്നില്ല, അതിൻ്റെ അർത്ഥം പറയാം. കാഠാരയെടുത്ത് ഹൃദയത്തിൽ കുത്തി പൊളത്തുന്നത് പോലെ അവർക്ക് അതികഠിനമായ ആന്തരിക വേദന ഉണ്ടായി. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അതെങ്ങനെയാണെന്നറിയാമോ? ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം ഒരഭിഷക്തൻ പ്രസംഗിക്കുമ്പോൾ പരിശുദ്ധ പരിവർത്തനമുണ്ടായി. ആ വചനത്തെ കേൾവിക്കാരൻ്റെ ഹൃദയത്തിനകത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് പ്രസംഗം പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. മുന്നോട്ട് പോകാതെ അവർ പറയുക, ഞങ്ങൾ എന്ത് ചെയ്യണം? They felt the weight of sin. അയ്യോ, ഞങ്ങൾ ഇത്ര വലിയ പാപികളാണോ? കർത്താവായ യേശുക്രിസ്തു, നസ്രയനായ യേശു ഞങ്ങളുടെ മെഷിയായിട്ട് വന്നു, അവനെ ഞങ്ങൾ കൊന്നു. അയ്യോ, ഇത് അതികഠിനമായ പാപമാണ്. ഈ പാപത്തിൽ നിന്ന് ആർക്ക് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും? They were convicted. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നടക്കേണ്ട ആദ്യത്തെ ആത്മീക അനുഭവം ഇതാണ്. അല്ലാതെ എവിടെയും ചുമ്മാ പോയി കൈവോക്കുകയല്ല. ആദ്യം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം കേൾക്കണം. കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രസംഗത്തിലൂടെ ഹൃദയത്തിൽ ഓപ്പറേറ്റ് ചെയ്യും. നമ്മുടെ അന്തരാത്മാവിൽ അതറിയാം. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഐ ടെൽ യു ഇൻ അഡ്വാൻസ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരിൽ ആത്മപ്രവൃത്തി ഉണ്ടാകും. ഞാൻ ഉറപ്പ് നിങ്ങളോട് പറയാണ്. ഇല്ല, തഴമ്പിച്ചു പോയവരല്ല, ഇത് നേരത്തെ തന്നെ വിധി എഴുതിയവരല്ല. ഇവിടെ ഇരിക്കുന്ന ചിലരിൽ ഇന്നത്തെ പ്രസംഗം നിങ്ങളെ കൊണ്ടുവന്നത് തന്നെ ഇത് കേൾക്കാനാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഇവിടെ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കടന്നു പോവുക. ഇന്ന് എൻ്റെ ഉള്ളത്തിലെ ആഗ്രഹം റോമാലേഖനം പ്രസംഗിക്കാനായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓർക്കും 1-ാം അധ്യായം കഴിഞ്ഞു, 2-ാം അധ്യായം കഴിഞ്ഞു, 3-ാം അധ്യായം കഴിഞ്ഞു, 4-ാം, അതിനകത്ത് എന്തുവാ ദൈവാത്മാവിൻ്റെ ദൂത്, അടുത്ത വർഷം 5-ാം അധ്യായമാണല്ലോ. അതെ, അതിനകത്ത് ദൈവം പ്രവർത്തിക്കും. 9-ാം അധ്യായം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പകൽക്കാലം വലത്ത് സൈഡിൽ ഏകദേശം കണ്ടാൽ ഒരു പാസ്റ്ററുടെ മട്ടുള്ള ഒരു മനുഷ്യൻ ആദ്യമായിട്ട് അവിടെ വന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കാളിനെ അറിയില്ല. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ നോട്ട് ചെയ്തത്. അത് പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ്റെ ഒരു ചരിത്രമാണ്. കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കുന്ന കാര്യമാണ്. ഞാനിതിങ്ങനെ പ്രസംഗിക്കുകയാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞ ശാന്തമായിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്നെ പരിചയപ്പെടുവാൻ കടന്നു വന്നു.
അദ്ദേഹം എന്നോട് പറയുന്നത്, ദൈവാത്മാവ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഞായറാഴ്ച ഇവിടെ വന്നത്. ഞാൻ അന്നേരം അധികം അതിനെ ശ്രദ്ധിച്ചില്ല, കാരണം അങ്ങനെയൊക്കെ പലരും പറയും. പിന്നെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ നേരത്തെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പിന്നീടും കണ്ടിട്ടില്ല. മകൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടയാൾ അതിദുഃഖിതനായി ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു പാസ്റ്റർ, പ്രസംഗി എന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. പതിവായിട്ട് പഠിക്കുന്ന പാഠമാണ് യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം എടുത്ത് ഞാൻ വ്യാഖ്യാനിക്കുകയാണ്. ആ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ ദൂത് ദൈവം കൈമാറി എന്നതുപോലെ ദൈവവചനത്തിൻ്റെ പ്രസംഗം വെറുതെയല്ല. ദൈവവചനത്തിൻ്റെ പ്രസംഗം തഴമ്പിച്ചവനും ഇത് എഴുതിത്തള്ളിയവനും അവനിത് മനസ്സിലാകില്ല, അവനിത് വിഷയമല്ല. അല്ലാത്തവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യും. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ആത്മാവിൻ്റെ ക്രിയയെ നിനക്ക് തടയാനും ഒക്കത്തില്ല. ഗോഡ് ഈസ് സോവറിൻ, ഗോഡ് ഈസ് സോവറിൻ. പിതാവ് പുത്രനിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പ്രതീക്ഷിക്കാതെയാണ് ഈ ഭയങ്കര വേദന, സഡനായിട്ടാണ് ഉണ്ടായത്. അതിശയം തോന്നുന്നില്ലേ? സെക്രിയ പ്രവചനം 12:10 യഹൂദന്മാര് അവരുടെ മെസ്സിയായെ കുത്തിത്തുളച്ചതാണ്. ഇപ്പോൾ അതേ യഹൂദൻ ദൈവാത്മാവ് വചനമെടുത്ത് ഹൃദയത്തിൽ അവരെ കുത്തുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവാണ് അത് ചെയ്തതെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ പറയാൻ കാരണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ടു മുൻപ് മാളിക മുറിയിൽ 2 പ്രധാനപ്പെട്ട പ്രസംഗങ്ങൾ കർത്താവ് പറഞ്ഞു. അതിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് യോഹന്നാൻ 16 അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുക. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ടത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. ആരാണ് ഈ പാപബോധമിടുന്നത്? ആരാണ് ഈ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല, പക്ഷേ പാപിയുടെ അനുഭവമാണ്. ദൈവം അവനോട് സംസാരിക്കും. ആ കൺവിക്റ്റിംഗ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിന്റെ ആ മൂവ്മെന്റ് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണ് ആളുകൾ വിശ്വാസത്തിൽ വരേണ്ടത്. അല്ലാതെ ആരാണ്ട് പാസ്റ്റർ വന്നു, പിന്നെ മക്കളൊക്കെ എങ്ങാണ്ട് പോകാമെന്ന് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കൂടിയാൽ പ്രാർത്ഥിച്ച് കടഭാരം മാറ്റാമെന്ന് പറഞ്ഞു. അതല്ല വിശ്വാസത്തിൽ വരുന്നത്. അതാണ് ഇവിടെ പലർക്കും സംഭവിച്ചത്. അതല്ല പെന്തക്കോസ്ത്. പെന്തക്കോസ്തിലെ പ്രസംഗം ക്രിസ്തുവിനെ കുറിച്ചാണ്. ക്രിസ്തുവിനെതിരെ നിലപാടെടുത്തത് കൊടിയ പാപമാണെന്ന് ആത്മാവ് വചനത്തിലൂടെ കേൾവിക്കാരുടെ ഹൃദയത്തിൽ പരിവർത്തനം നടത്തി. അവർ കുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇൻഫാക്റ്റ് ആ പ്രസംഗിയുടെ പ്രസംഗം ഇനി കേൾക്കാനുള്ള കേൾപ്പ് അവർക്കില്ല. ഈ കൺവിക്ഷൻ വന്നിട്ടുണ്ടോ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർക്ക്, ഈ സ്നാനപ്പെട്ടെന്ന് പറയുന്നവർക്ക്? ഇതാണ് സംഭവിക്കേണ്ടത്. ഇതാണ് സംഭവിക്കേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെടു പ്രിയരെ. പെന്തക്കോസ്തിലാണെന്നും കണ്ട് സ്വർഗത്തിൽ പോകാമെന്നാണോ അതിൻ്റെ അർത്ഥം? നിങ്ങളെ ആരോ ചതിച്ചതാണത്. പെന്തക്കോസ്തിലെ ഏറ്റവും നല്ല ഗുണം ഞാൻ നിങ്ങളോട് പറയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു വാക്യമോ പാസേജോ മാറ്റിവെക്കാതെ പ്രസംഗിക്കപ്പെടും. ഉള്ളെടുത്ത് കേട്ടോ. മിക്കയിടത്തും ഇപ്പം ഇങ്ങനെ അങ്ങ് ഉണർവ് പോലെ അങ്ങ് പോവാ.
അല്ലാതെ പെന്തക്കോസ്തിൽ ചേരുന്നതല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടവരാണ് ചേരേണ്ടത്. ഈ അനുഭവമാണ് നമുക്ക് വരേണ്ടത്. ജെനുവിൻ കൺവിക്ഷൻ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇങ്ങനെ ഒരു അനുഭവം നമുക്കില്ലെങ്കിൽ, കുഞ്ഞുങ്ങളോടെല്ലാം പറയാം, യു തിങ്ക് മേ ബി ദാറ്റ് യു ആർ ബോൺ അഗെയിൻ. ആർ യു? പാപിയാണ് ഞാൻ എന്ന ബോധ്യമാണ് വരേണ്ടത്. അതില്ലെങ്കിൽ നിങ്ങൾ സ്നാനപ്പെടരുത്. മറ്റെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ്. എന്ത് ചെയ്യും? ഒത്തിരി എണ്ണം. ഇവിടെ എത്ര എണ്ണം വന്ന് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടെന്നറിയോ? ദൈവത്തിൻ്റെ ദാസൻ്റെ പ്രസംഗം. ഈ പ്രസംഗങ്ങളാണ് വേണ്ടെന്ന് പറയുന്നത്. വാട്ട് എ ട്രാജഡി, വാട്ട് എ ഡിസെപ്ഷൻ. ഇതിനേക്കാൾ വലിയ അത്ഭുതം വേറെ ഉണ്ടോ? ഞാനിപ്പോ യഹൂദന്മാര് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് സഹായികളായി നിന്ന പലരും എല്ലാം നിൽക്കുമ്പം ഒരുത്തൻ്റെ പേര് വിളിക്കുന്നു, ബെൻ ഷപ്പാറോ. പേര് വിളിച്ചവൻ പറയും, കറക്റ്റാ, എൻ്റെ പേരങ്ങനെ, പാസ്പോർട്ടിലെ പേരാത്. അവൻ രക്ഷിക്കപ്പെടത്തില്ല. പേര് വിളിക്കുന്നത് തെറ്റാണെന്നല്ല, രോഗസൗഖ്യം തെറ്റാണെന്നല്ല, പ്രവചനം തെറ്റാണെന്നല്ല. കർത്താവ് തരുന്ന എല്ലാ കൃപാവരദാനങ്ങൾക്കായി സ്തോത്രം. ഈ ചർച്ചിൽ എത്രയോ പേര് എക്സസൈസ് ചെയ്യുന്നു, വണ്ടർഫുൾ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. പക്ഷേ ആളെങ്ങനെ രക്ഷിക്കപ്പെടും? സ്വർഗത്തിൽ എങ്ങനെ പോകാനൊക്കും? there is only one way. ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കണം. ഇവാഞ്ചലിസത്തിൽ പ്രസംഗിക്കപ്പെടണം സുവിശേഷം. വ്യക്തിപരമായി ആണെങ്കിലും ക്രിസ്തുവിനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസന്റേഷനിലാണ് എൻ്റെ ഹൃദയം ഉടയേണ്ടത്. അവിടെയാണ് എനിക്ക് പാപബോധം ഉണ്ടാകുന്നത്. ക്രിസ്തുവിലൂടെ അല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഒക്കത്തില്ല. ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ബോധ്യമാണ് എന്നെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. ഇവർക്ക് പാപബോധമുണ്ടായി. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ നോക്കിക്കുക, ഈ സുവിശേഷത്തിൻ്റെ പ്രസൻറ്റേഷൻ ആദ്യം പറയുന്നത് അങ്ങ് കൈവെക്കാനല്ല. ആദ്യം പറയുന്നത് ദ ബാഡ് ന്യൂസ്. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാ പീറ്റർ പറയുന്നത്. എന്താ പറയുന്നത്? യു കിൽഡ് ജീസസ്. നിങ്ങൾ പാപികളാണ്. ഇങ്ങനൊക്കെ പറഞ്ഞാൽ ആരേലും മുന്നോട്ട് വരുമോ? അങ്ങനെയാണ് പറയേണ്ടത്. പാപിക്ക് പാപബോധം വരാതെ ഒരു രക്ഷകന്റെ ആവശ്യകത അവന് മനസ്സിലാകത്തില്ല. ഐ നീഡ് എ സേവിയർ because I am doomed to go to hell. ഇത് തന്നെയല്ലേ റോമാലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ചു വരുന്നത്. റോമിലുള്ള വിശുദ്ധന്മാർക്ക് രക്ഷാശാസ്ത്രത്തെക്കുറിച്ച് പൗലോസ് എഴുതുമ്പോൾ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ, 3-ാം അധ്യായം 20-ാം വാക്യം വരെ പൗലോസ് ബന്ധപ്പെടുകയാണ്. എന്തിന്? ലോകത്തിലുള്ള സകല മനുഷ്യരും ക്രിസ്തുവിനെ കൂടാതെ പാപികളാണ്, നീതിമാൻ ഒരുത്തനുമില്ല, സകലരും പാപം ചെയ്തു. അതെന്തിനാ അങ്ങനെ പറയുന്നത്? 3:21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ് പോള് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ വേദശാസ്ത്രം എഴുതുന്നത്. എന്തിൻ്റെ വെളിച്ചത്തിലാ? നിങ്ങളെല്ലാം പാപികളാണ്, പക്ഷെ പാപികളായി തുടരേണ്ട കാര്യമില്ല. ദൈവം ക്രിസ്തുവിൽ നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിശ്വാസത്താൽ സ്വീകരിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ നീതി യു ക്യാൻ റിസീവ് ബൈ ഫെയ്ത്ത്. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് 4-ാം അധ്യായം. നിങ്ങളുടെ പിതാവായ അബ്രഹാം ഒരു കർമ്മമാർഗത്തിലൂടെയല്ല രക്ഷപ്പെട്ടത്, ബൈ ഫെയ്ത്ത്. പരിച്ഛേദനയോടല്ല, ബൈ ഫെയ്ത്ത്.
ന്യായപ്രമാണം അനുസരിച്ചിട്ടല്ല, ബൈ ഫെയ്ത്ത്. മനസ്സിലാക്കുക പ്രിയരെ, മനസ്സിലാക്കുക, വഞ്ചിക്കപ്പെടരുത്. ഞാൻ ചോദിക്കട്ടെ, പ്രസംഗം ആവശ്യമല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ എന്തിനാണ്? ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇങ്ങനെ. അത് വായിച്ചല്ലേ നമ്മൾ പല കാര്യം മനസ്സിലാക്കുന്നത്. പാപബോധം വരിക, അത് പ്രസംഗത്തിൽ നടക്കണം. ദൈവത്തിൻ്റെ ഹിതം അങ്ങനെയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര ഈസി ആയിരുന്നു ഇന്ന് രാത്രിയിൽ മീഖായേലിനെ ദൈവം ഇങ്ങോട്ട് അയക്കുകയാണ്, കുമ്പനാട്ട്. ആ മേഘത്തിൽ മീഖായേൽ വാളൂരി ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടുക, യേശു അല്ലാതെ മാർഗമില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സുവിശേഷ വിരോധികളും പിന്നെന്താ എത്തിസ്റ്റുകളും സകല വമ്പം പുള്ളികളും മുട്ടുമടക്കി കമട് വീണ് നിങ്ങളുടെ കൂടെ വരിക എന്ന് വേണേൽ പറയും. ദൈവം അങ്ങനല്ല വെച്ചത്. ദൈവം വെച്ചത് രക്ഷ അനുഭവിച്ച സാധുക്കളായ പ്രസംഗികൾ ആത്മനിറവിൽ വചനം പ്രസംഗിക്കണം. ക്രിസ്തുവിനെ വായിലെ വാക്കുകൾ കൊണ്ട് പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ പാപിക്ക് പാപബോധമുണ്ടാവും. That's God's way. ദൈവം വെച്ച വഴി അതാണ്. നമ്മളിവിടെ ഇരിക്കുന്ന സകല ആളുകളും പ്രസംഗികളായി മാറണം. നമുക്ക് സ്റ്റേജ് ഒന്നും വേണ്ട, എനിക്ക് പുൾപിറ്റൊന്നും വേണ്ട പ്രസംഗിക്കാൻ. എനിക്ക് ആ കവലയ്ക്കകത്തോട്ട് ഇറങ്ങിയെന്ന് എനിക്ക് പ്രസംഗിക്കല്ലോ. അതാണ്, ആ എക്സ്പ്ലോഷനാണ് നമ്മുടെ ഇടയിൽ നടക്കേണ്ടത്. 37-ാം വാക്യം. ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞാൽ പ്രസംഗം കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, ഇതാണ് എഫക്റ്റ്. ആത്മനിറവിലുള്ള പ്രസംഗം മനസ്സിലായി, അവർ പാപികളാണെന്ന് അവർക്ക് ബോധ്യമായി. ഹൃദയത്തിൽ കുത്തുകൊണ്ടവർക്ക്, ഹൃദയം കുത്തി തുളച്ച് പുലർത്തുന്നത് പോലെ അവർക്ക് തോന്നി. എന്നിട്ട് അവരെന്ത് പറയുകയാണ്? ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. That's the question. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ മറുപടി കൃത്യമായി കിട്ടിയില്ലെങ്കിൽ ആള് സൈഡ് ട്രാക്കായി പോകും. സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? പാപം ബോധമായി, താങ്ങാൻ കഴിയുന്നില്ല, പ്രസംഗത്തെ ഇൻ്ററപ്റ്റ് ചെയ്തു. വാട്ട് ഷുഡ് വി ഡു? ഈ ചോദ്യത്തിന് കൃത്യമായ ബൈബിൾപരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ, ഒരാളോട് പറയാണ്, നീ എങ്ങാണ്ടൊരു പുണ്യസ്ഥലത്ത് പോയി, അവിടെ പോയാൽ മതി. വേറൊരാളോട് ഇസ്രായേലിൽ യെരുശലേമിൽ പോയി കർത്താവ് സ്നാനപ്പെട്ട, യോർദാനിൽ സ്നാനപ്പെട്ടാൽ നിനക്ക് രക്ഷയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. ബൈബിളിൽ എന്താണ് കാണുന്നത്? ഇത് ഭയങ്കരമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ ആ മനുഷ്യരെ നിങ്ങൾ കണ്ടോ? ഹൃദയത്തിൽ കുറ്റബോധം വന്നു, പാപബോധം വന്നു. അവരൊരു റാഡിക്കൽ സ്റ്റെപ്പ് പബ്ലിക്കായിട്ട് എടുക്കാൻ തയ്യാറായി. ഒളിച്ചും പാത്തും ഉള്ള പരിപാടികളല്ല ഇത്. ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുക. അവർ ചോദിക്കുകയാണ് പ്രസംഗിയോട്, ഞങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും കേൾക്കേ, ഞാനൊരു രഹസ്യ ക്രിസ്ത്യാനിയാണ്. വാട്ട് രഹസ്യ ക്രിസ്ത്യാനി? പബ്ലിക്കായിട്ട് ചോദിക്കുക. ആ ചോദിക്കുന്നതിൽ അന്തർലീനമായി കിടക്കുന്ന അർത്ഥം റാഡിക്കൽ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറായി, എന്ത് പറഞ്ഞാലും. കാരണം അത്ര കട്ടിയായ ഒരു പാപമാണ് ചുമത്തിയിരിക്കുന്നത്. മശിഹായെ ക്രൂശിച്ചു, അതിനെക്കാട്ടി വലിയ പാപം എന്താണ്? ഇതിനകത്തുനിന്ന് വല്ല പരിഹാരമുണ്ടോ? എന്ത് കാര്യം പറഞ്ഞാലും റെഡി. അതാണ് സമർപ്പണം. അതാണ് സമർപ്പണം.
അല്ലാതെ മോനെ നീ ഒന്ന് തീരുമാനമെടുക്കാൻ കൂടെ, മോളെ നീ ഒന്ന് നോക്കിക്കേണ്ടി, നീ തീരുമാനമെടുക്കാൻ കൂടി പുറകെ നടക്കുക. അപ്പനും അമ്മയും കൂടെ തീരുമാനമെടുക്കുക. ഉള്ള ഭാവികളെ എല്ലാം കൂടെ കൊണ്ട് അതിനകത്ത് കൊണ്ട് മൂക്കും. ഇതാണ് പാപബോധം വന്നതിൻ്റെ ലക്ഷണം. പബ്ലിക്കായിട്ട് ചോദിക്കുകയാണ്, വാട്ട് മസ്റ്റ് വി ഡു എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഈ കൊടിയ പാപത്തിൽ എനിക്ക് കൈയുണ്ട്. I am a sinner. What must I do? ഇതാണ് മക്കളെ നമ്മുടെ പ്രസംഗത്തിൽ നടക്കേണ്ടത്. ഇത് പ്രസംഗത്താലാണ് നടക്കേണ്ടത്. അതിൻ്റെ വേറെ ഒരു രീതിയാണ് ട്രാക്റ്റ് കൊടുക്കുമ്പോൾ മെസ്സേജ് ആയിരിക്കണം. ഈ ട്രാക്റ്റിനകത്തും പ്രസംഗത്തിനകത്തും നിങ്ങളുടെ എല്ലാം മദ്യപാനം അഴുക്കാണ് കേട്ടോ, ശരീരത്തിൽ ഇങ്ങനെ, ശരീരത്തിൽ ഇത്ര എല്ലാം ഉണ്ട്, ഇത്ര മാംസമുണ്ട്. യു പ്രീച്ച് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ. ഒരു മതത്തിനും പറയാൻ കഴിയാത്തതാണ് ക്രിസ്തുവിൻ്റെ മാർഗം പറയുന്നത്. വാട്ട് മസ്റ്റ് വി ഡു? നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 22:10 ഇതേ അനുഭവമാണ് പൗലോസിനുണ്ടായത്. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന്. ഇതാണ് 16-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ഫിലിപ്പിലെ ജയിലർ ചോദിച്ചത്. അവരെ പുറത്തു കൊണ്ടുവന്നു, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അവരുടെ മേൽ ദൈവത്തിൻ്റെ കോപമാണ്, ഇവർ പാപികളാണെന്നുള്ള ബോധ്യമായി. അവർക്ക് തീവ്രമായ ആഗ്രഹം രക്ഷപ്പെടാൻ, ഈ ദൈവിക കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ. ഇതാണ് ജെനുവിൻ കൺവേർഷൻ. ദിസ് ഇസ് ജെനുവിൻ കൺവേർഷൻ. ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. അപ്പം രക്ഷ അന്വേഷിക്കുന്ന ആളുകൾ, വിടുതൽ അന്വേഷിക്കുന്ന ആളുകളുടെ ആ മനോഭാവം, റാഡിക്കലായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ അവർ തയ്യാറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നൊരു വാക്കാണ് 38-ാം വാക്യം. പത്രോസ് അവരോട് മറുപടിയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഞാനത് വിശദീകരിക്കുന്നതിന് മുമ്പ് പറയാം. പത്രോസ് പറഞ്ഞില്ല, ഓ നിങ്ങളുടെ കേസ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്, മശിയായെ കൊന്ന നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കേസാണ്. അങ്ങനെയല്ല പത്രോസ് പറയുന്നത്. ചോദ്യത്തിന് കൃത്യമായ മറുപടി. എനിക്ക് കിട്ടുന്ന ആശയം പറയാം. ഏത് പാപിയാണെങ്കിലും സുവിശേഷത്തിന് പാപിയെ രക്ഷപ്പെടുത്താൻ കഴിയും. അവരിലേക്ക് അയച്ച മശിയായെ അവർ തന്നെ ക്രൂശിച്ചതിലപ്പുറം എന്താണ് പാപം? ആ ഏറ്റവും വലിയ പാപത്തിന് ക്ഷമയുണ്ട്. ലോകത്തിലുള്ള സകല ആളുകളും ഈ സുവിശേഷം കേൾക്കണം. There is deliverance for any sinner, every sinner, if they will turn in faith. ഇതിവിടെ ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാർ ഇത് മനസ്സിലാക്കണം. സകല സഹോദരി സഹോദരന്മാർ, നിങ്ങൾ നമ്മൾ ലോജിക്കലി പറയല്ലോ, ഓ അത് സാരമില്ല, എല്ലാം സാരമാണ്. കൃത്യമായി സുവിശേഷം മനസ്സിലാക്കുക. ഈ പോകുന്ന വഴിക്ക് ചിലപ്പോൾ പറയും, ഓ പുള്ളി അങ്ങനെയൊക്കെ പറയാം, എല്ലാവരും അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതെല്ലാം ചതിവാണ്, ഇത് മുഴുവൻ ചതിവാണ്. ഇങ്ങനെയുള്ള കുറേ അമ്മമ്മമാരും അച്ചാച്ചന്മാരും ഒന്നും നിങ്ങളെ ചതിക്കരുത്. യു ഹിയർ ദ ഗോസ്പൽ. നിങ്ങൾ വചനം ഫോളോ ചെയ്യേ. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ഫോളോ ചെയ്യണ്ട, വേർഡ് ഫോളോ ചെയ്യേ. ഞാൻ നിങ്ങളോട് ഈ വേർഡ് അതുപോലെ എടുത്ത് പറയുക. 14-ാം വാക്യം മുതൽ പ്രസംഗിക്കുക. 37-ാം വാക്യമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? കുറ്റബോധമുണ്ടായി, പാപബോധമുണ്ടായി. അതിന് അടുക്കിന് മറുപടി പറയുകയാണ് പീറ്റർ. എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന ആശയം, എത്ര വലിയ പാപമാണ് നിങ്ങളുടേതെങ്കിലും അതിനെ ക്ഷമിക്കാൻ കർത്താവ് തയ്യാറാണ്.
നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് പകൽ വരേണ്ടത്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്, പാപി ചോദിക്കേണ്ടത്. ഹൃദയത്തിൽ കുറ്റബോധവും പാപബോധവും വരണം. അത് വരണമെങ്കിൽ സുവിശേഷം കേൾക്കണം. അല്ലാതെ രാത്രി പ്രവാചകനെ വിളിച്ചിരുത്തി വിസായ്ക്ക് ചില കടുങ്കെട്ടുകളുണ്ടെന്ന് അഴിക്കാമോ? പുള്ളി അഴിക്കും, നല്ലപോലെ അഴിക്കും. നിന്റെ പോക്കറ്റിനകത്തെ വാളറ്റിനകത്തെ പൈസ അവൻ അഴിച്ചുകൊണ്ട് പോകും. പിന്നെ നിങ്ങൾ ചിലരോട് പറയാനുള്ളത്, പോകണം നിങ്ങളുടെ പൈസ. വിളിച്ചിരുത്തി പിന്നെയും കേൾക്ക. തെറ്റിദ്ധരിക്കല്ല്. റിയൽ പ്രവാചകൻ വന്നാൽ ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങളെ നയിക്കും. ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ദൈവത്തിന് ലോകത്തിലെ മനുഷ്യന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. നോട്ട് കാർ, നോട്ട് യുവർ ജോബ്, നത്തിങ്. ഇറ്റ് ഈസ് ക്രൈസ്റ്റ്. ഇതിൽ നിന്ന് നമ്മുടെ ഏകാഗ്രത മാറ്റുന്നയാള് ക്രിസ്തു അയച്ച ആളാണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. സ്തോത്രം. മോൻ്റെ കല്യാണം നടക്കുന്നില്ല, അപ്പം അതിൻ്റെ കെട്ടൊന്ന് അഴിക്കാം. പക്ഷെ അങ്ങോട്ട് അഴിയുന്നില്ല. അഴിയട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൈഡ് ട്രാക്ക് ആകരുത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെയും ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം ദൈവത്താൽ അഭിഷക്തരായ പ്രവാചകന്മാരില്ലെന്നല്ല, ഉണ്ട്. പേഴ്സണൽ പ്രോഫസി പുതിയ നിയമത്തിലെ ഒരു മേജർ കാര്യം അല്ല. ഇറ്റ് ഈസ് എ മൈനർ തിങ്. മേജർ കാര്യം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ഗോസ്പൽ, ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. നിങ്ങളിൽ ചിലർ ഇവിടെ ഇരിക്കുന്നത്, എനിക്ക് വന്ന് തൊട്ട് പറയാനറിയാം, നിങ്ങൾ വഴി വിട്ടുപോയത് കൊണ്ടും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ ആ നിലയിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നട്ടം തിരിഞ്ഞ് നീ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇനിയെങ്കിലും ജീവിതം പാഴാക്കാതെ ക്രിസ്തുവിങ്കലേക്ക് തിരി. ഞാൻ സ്നേഹത്തിൽ പറയാം, ഈ അഡ്വൈസ് പറഞ്ഞവരും എല്ലാം നിന്നെ കൈവിടും. കാര്യത്തോടടുക്കുമ്പോൾ കൂടെ നിൽക്കാൻ ആരും കാണത്തില്ല. നീ ക്രിസ്തുവിങ്കലേക്ക് തിരിയുക. 38-ാം വാക്യം, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആർക്ക് വേണേൽ വിടുതൽ പ്രാപിക്കാം. പക്ഷെ നോക്കെന്താ പത്രോസ് പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ഒന്നാമത്തെ കാര്യം റിപ്പന്റ്. They heard the gospel. ഹോളി സ്പിരിറ്റ് വചനത്തിലൂടെ വർക്ക് ചെയ്ത് പാപബോധം വന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ 1, മാനസാന്തരപ്പെടണം. അല്പസമയം ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹൗ ടു റെസ്പോണ്ട് ടു ദ ഗോസ്പൽ. നിങ്ങൾ മാനസാന്തരപ്പെടുക. ആത്മാവിൽ പത്രോസ് പറയുന്ന ആദ്യത്തെ കറക്റ്റ് ആൻസറാണ് റിപ്പന്റ്. പത്രോസ് സ്വന്തമായി ഏതെങ്കിലും സജഷൻസ് അല്ല പറയുന്നത്. നിങ്ങളെ കുറച്ച് ഒരു 3 ദിവസം ഒന്ന് ഉപസിച്ച് നോക്ക് കേട്ടോ. നോ 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 നോ, കൽപ്പനയാണ്. യു റിപ്പന്റ്. ഈ പദപ്രയോഗത്തെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഇന്ന് മാനസാന്തരപ്പെടാത്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് സഭകളിൽ. ചിലരുടെ വാക്കുകളിൽ അതാണ് വെളിപ്പെട്ട് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുവിശേഷ സത്യമാണ്
മാനസാന്തരപ്പെടുക. ഒരു പ്രസംഗി മാനസാന്തരം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കേൾവിക്കാർക്ക് അവർ അസ്വസ്ഥരാകും. ഹൂ ഈസ് ഹി ടു ടെൽ മീ ദാറ്റ്? ഞാൻ മാനസാന്തരപ്പെടും, നീ പറയാൻ ആരാണ്? ഇതാണ് ജഡീകരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം വെച്ച വ്യവസ്ഥ, സുവിശേഷത്താൽ കൺവിക്ഷൻ വന്നവർ റെസ്പോണ്ട് ചെയ്യേണ്ടത് റിപ്പൻറ്റൻസിലൂടെയാണ്. അടിസ്ഥാനമാണ് കേട്ടോ മക്കളെ. ഈ അടിസ്ഥാനമില്ലാതെ പോയാൽ എത്ര വലിയ പടുകൂറ്റൻ കെട്ടിനവും മറിഞ്ഞു പോകും. ഇപ്പൊ പെന്തക്കോസ്തിലിന് പോയി മാനസാന്തരം എന്ന വാക്ക്. മറ്റ് കൺവെൻഷൻ സ്റ്റേജുകളിലൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു. ഇപ്പൊ ഇതൊന്നുമല്ല. കാരണം മാർക്കറ്റില്ല ബ്രദറേ, മാർക്കറ്റില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക. ജീസസ് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക. പീറ്റർ പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക. പൗലോസ് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുക. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ലവോദിക്യ സഭ, 7 സഭകളിൽ അവസാനത്തെ എഴുതിയിരിക്കുന്ന സഭയോട് കർത്താവിന് പറയാനുള്ളത് മാനസാന്തരപ്പെടുക. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഡോക്ട്രിൻ. 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലും പത്രോസ് ഇത് തന്നെയാണ് മാനസാന്തരപ്പെടാനാണ് പ്രസംഗിച്ചത്. മത്തായി 3:2 യോഹന്നാൻ സ്നാപകൻ ഇതാണ് പ്രസംഗിച്ചത്. മത്തായി 4:17 ജീസസ് ഇതാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ശരിക്കും സുവിശേഷത്തിൻ്റെ ഒരു എസെൻഷ്യൽ ആസ്പെക്റ്റ് ആണ് റിപ്പൻറ്റൻസ്. ജെനുവിൻ കൺവേർഷന്റെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് റിപ്പൻറ്റൻസ്. ഇത് മാറ്റിയിട്ടല്ല രക്ഷിക്കപ്പെടുന്നത്. ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് റിപ്പൻറ്റ് എന്ന വാക്ക്, ഇറ്റ് ഈസ് റൈറ്റ്ലി കോൾഡ് ദ ഫസ്റ്റ് വേർഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തിൻ്റെ ആദ്യ വാക്ക് റിപ്പൻ്റ് ആണ്. അച്ചാച്ചൻ അങ്ങ് പോയി, ഞാനും അങ്ങ് പോവുക, എന്തിനാ വെറുതെ ഒരു വീട്ടിൽ 2 കഞ്ഞി വെപ്പ്? ദാറ്റ് ഈസ് നോട്ട് റിപ്പൻറ്റൻസ്. അച്ചാച്ചനും അമ്മാമ്മയും പോയിട്ട് വ്യക്തിപരമായി പാപബോധമുണ്ടായി അനുദപിക്കുക. ഇത് ഉള്ളിലാണ് നടക്കേണ്ടത്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥമെന്ന് രണ്ടാമത് ഞാൻ പറയാൻ പോവാ. The meaning of the word repent, metanoia എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? പാപത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വയത്തെക്കുറിച്ചും മനസ്സ് മാറ്റുക. നേരത്തെ എനിക്ക് എന്നെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു, ഞാൻ ഏതുകൊണ്ട് സംഭവമാണെന്ന്. ഇപ്പം മനസ്സിലായി ഞാൻ ഭാവിയാകുന്നു. എനിക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം മാറി, ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ മാറി. ഓ ഗോഡ് ഈസ് എ മൈറ്റി ഹോളി ഗോഡ്. യേശുവിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം മാറി. ഇവര് കേൾവിക്കാർ ചിന്തിച്ചത് ജീസസ് ഓഫ് നാസറത്ത് ഈസ് എ ബ്ലാസ്ഫീമർ, അതിനാണ് ക്രൂശിച്ചത്. സ്വന്തമായിട്ട് പറയുന്നത് ഞാൻ ദൈവമെന്നോ? ഇപ്പൊ അഭിപ്രായം മാറി. ഹി ഈസ് അവർ മസ്സായ, ഹി ഈസ് അവർ ലോർഡ്. സ്തോത്രം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വാക്ക് നമുക്ക് തരുന്ന അർത്ഥം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഡിറക്ഷൻ മാറുക. പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രസംഗം കേട്ടു, പാപബോധം വന്നു, ഞാനൊരു കുറ്റവാളിയാണെന്ന്, ദൈവസന്നിധിയിൽ പാപിയാണെന്നും ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ ഉണ്ട് എന്നുള്ള ബോധ്യം വന്നപ്പോൾ മാനസാന്തരം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ചേഞ്ച് ടുവേർഡ്സ് ഗോഡ്. ഞാൻ 10 സിഗരറ്റ് ആയിരുന്നു പണ്ട്. ഇപ്പം ഞാൻ കുറച്ച് വന്നു. പിന്നെ രാവിലത്തെ കാര്യമൊക്കെ നടക്കണേ, ഒരെണ്ണം വേണേ. യു ഹാവ് നോട്ട് റിപ്പൻറ്റഡ്. അതൊക്കെ തട്ടിപ്പാണ്.
ചില അമ്മമാർ അച്ഛൻ നല്ല ആളെ കേട്ടോ, അയ്യോ നിഷ്കളങ്കനാ, പക്ഷെ രാവിലെ ഒരു ബലഹീനതയെന്നുള്ളൂ. പണ്ടത്തെ ഒരു ഐറ്റം ആട്ടെ, കാജാബീഡി, അത് വേണം, അത് വേണം. അച്ഛനെ പണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ അങ്ങനെ കിട്ടിയൊരു ശീലം. ആള് നല്ലവനാ കേട്ടോ, യോ വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയിൽ അച്ചായൻ്റെ അത്രയും ആത്മാവ് ഞങ്ങളാരും ആരാധിക്കത്തില്ല. അച്ചായൻ മാനസാന്തരപ്പെട്ടവനല്ല. ഏത് വലിയ അച്ചായനാണേലും ഏത് വലിയ അമ്മമ്മയാണേലും. അല്ലാതെ ഈ പോകുന്ന ഡിറക്ഷനിൽ നിന്ന് ഇങ്ങനെ മാറിയതല്ല, നേരെ ആള് തിരിയാണ്, അത് ഉള്ളിൽ നടക്കുകയാണ്, അതൊരു തീരുമാനമാണ്. ഇനി ഈ വഴി വേണ്ട, ഇതെന്നെ നാശത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഐ ചേഞ്ച് ടുവേർഡ്സ് ഗോഡ്. അതാണ് മാനസാന്തരം. വന്നിട്ടുണ്ടോ പിള്ളേർ? വന്നിട്ടുണ്ടോ? ഒന്ന് തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു. നേരത്തെ ദൈവമല്ലാത്തതിനെ, സാങ്കല്പികമായ ആരാധനകളിൽ നിന്ന് പാപബോധം വന്നു, ക്രൂശന്റെ വചനം കേട്ടു, ജീവനുള്ള ദൈവത്തിലേക്ക് തിരിയുക. അല്ല, ഇത് രണ്ടും കൂടെ പോകുന്ന അല്ല പരിപാടി. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം 20-ാം വാക്യം ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മക്കളെ എല്ലാവരും ഇത് മനസ്സിലാക്കണം. മാനസാന്തരത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പ്രാധാന്യത ഞാൻ പറഞ്ഞു. അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദ വേർഡ് റിപ്പൻറ്റ്. അപ്പോസ്തലപ്രവൃത്തി 26-20 അതിൻ്റെ 2-ാം ഭാഗം, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. മാനസാന്തരപ്പെട്ടോ? എങ്ങനെ അറിയാം? അകത്ത് ക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ, പുറത്ത് അറിയാം. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അറിയാം, സമൂഹത്തിൽ പാർക്കുമ്പോൾ സാമൂഹികമായ നമ്മുടെ ഇടപാടുകളിൽ അറിയാം, ദൈവസഭയിൽ അതറിയാം. അതല്ലെങ്കിൽ എൻ്റെ പൊന്നുമോനെ നീ മാനസാന്തരപ്പെട്ടവനല്ല. വെറുതെ എന്തിനാ ചതിക്കുന്നത്? ഞാൻ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ്, സത്യം പറയുകയാണ്. കാരണം ഇതിനകത്തിരിക്കുന്ന ഒറ്റയാൾ പോലും നഷ്ടപ്പെട്ടു പോലെ. ഭയങ്കര ആത്മാവിൽ ആരാധനയാണ്. വീട്ടിൽ ചെന്ന് ഭാര്യയും ഭർത്താവും കൂടെ തല്ലും വഴക്കം ഉണ്ടാക്കും. എന്തോന്നാണ് മാനസാന്തരം? നീ എന്തോന്ന് ബെന്തിക്കോസ്? ബെന്തിക്കോസുകാരെ കൂടെ നീ ആണം കെടുത്താതെ. നല്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ബൈബിളിൽ നിന്ന്. മുടിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പയ്യനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കഥയൊന്നും, ആ പാരബിളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. മുടിയൻ എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് എന്തറിയാം? അവൻ്റെ ഒരു ചേട്ടൻ മടിയനുണ്ടായിരുന്നു. ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം പോയി, എല്ലാം പാപ വഴികളിൽ ചെലവഴിച്ചു. അവസാനം യഹൂദ പയ്യൻ പോയി പന്നിയെ തീറ്റുക. അങ്ങനെ ഒരു ദിവസം പന്നിക്കൂട്ടിനകത്ത് ഇരിക്കുമ്പോഴാണ് 17-ാം വാക്യത്തിൽ പറയുന്നവന് സുബോധം വന്നെന്ന്. അപ്പൊ അധാർമികമായി നടന്നതെല്ലാം സുബോധത്തിലല്ല. അപ്പനെതിരെ ഈ സമ്പത്തും ഒക്കെ കൂടെ മേടിച്ച് ഇറങ്ങിയതൊന്നും സുബോധത്തിലല്ല. പക്ഷെ സുബോധത്തിലല്ലെങ്കിലും അമ്മ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തു പറയും? അവൻ വലിയ സംഭവമായിട്ട് അവന് തോന്നുന്നത്. മക്കളൊക്കെ കേട്ടോ, വലിയ സംഭവമായിട്ട് ഇത് തോന്നുന്നത് നിനക്ക് സുബോധമില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും പച്ചക്ക് ഏതേലും ഭാഷ പറഞ്ഞു തരുമോ? നിനക്ക് സുബോധമില്ല ആത്മീയമായിട്ട്. അല്ല, ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടാണ്. സുബോധമില്ല നിനക്ക്, ആത്മീയമായിട്ടായി പറയുന്നത്.
എന്തുവാ പാസ്റ്ററെ, 1,00,000 രൂപയാ ഞാൻ ഉണ്ടാക്കുന്നത്, സുഖമില്ല മോനെ. ഇപ്പം കൈയൊന്നും പൊക്കണ്ട, വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി, പപ്പ എന്നോടായിരുന്നു. ശരിയാ, എനിക്ക് സുബോധമില്ല, റിയലി സുബോധമില്ല. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. വചനം പറയുന്നത് അതാണ്. ഇതാരാണെന്ന് പറയേണ്ടത്? നമുക്ക് 666 ആരാന്ന് പഠിക്കാം. സിറിയെന്ന് വരുമോ? എവിടുന്ന് വരും? എവിടുന്നേലും വരട്ടെ. സുബോധം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആത്മീകമായി യു ആർ നോട്ട് ഇൻ യുവർ സെൻസസ്. എന്തോ ഇത്? ആ സെൻസസിൽ അല്ലാതിരിക്കുമ്പോൾ അവര് തോന്നുമ്പോ എന്താ? എന്നെ മുന്നിലൊന്നും ആരും നിൽക്കില്ല, പപ്പ പോലും പേടിച്ചു പോയി. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് ചോദിച്ചത് ഇങ്ങോട്ട് വാങ്ങി. ചിലതിനെയൊക്കെ പന്നി കൂട്ടിനകത്താക്കി പന്നി തീറ്റിക്കണം, എങ്കിലേ എന്ത് വരൂ? അതിനാണ് ചില വിഷയങ്ങൾ ദൈവം ഇടും. പന്നിക്കൂട്ടിലിരിക്കുന്നവൻ്റെ അടുക്കലേക്ക് അപ്പൻ ഓടുകയല്ല, അവൻ ഇങ്ങോട്ട് വരണം. സുബോധത്തോടെ അവൻ എഴുന്നേറ്റ് അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് അവൻ നടന്നു. അതിന് വിളിക്കുന്ന പേരാ മാനസാന്തരം. അങ്ങനെ വരുന്നവനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ആലിംഗനം ചെയ്ത് ചുംബിച്ച് മകനായിട്ട് സ്വീകരിക്കുന്ന ഒരു സ്നേഹമാണ് പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം. അപ്പം ചിലരെ എന്തിൽ കൊണ്ടുപോകണം? പന്നിക്കൂട്ടിൽ വെച്ച് അവിടെ ഇരുന്ന് വിശപ്പറിഞ്ഞ് നട്ടം തിരിയണം. തിരിയുമ്പോഴേ അവന് വെളി പോരും. അതിന് മുമ്പ് കയറി ഞാൻ അങ്ങ് ഭയങ്കര ദയം മനസ്സലി ഉള്ളവനാ, അവനെ സഹായിക്കരുത്. അവൻ അങ്ങനെ സുബോധം പ്രാപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണം. നമ്മുടെ ഇമോഷൻസിലൊന്നും ചെയ്യരുത് പ്രിയരെ, അതെല്ലാം വൈകാരികമാണ്. സ്തോത്രം. എന്നെ നിങ്ങൾക്ക് ക്രൂരനായിട്ട് ചിലപ്പോൾ തോന്നും, വിഷയമല്ല. ദിസ് ഈസ് ദ ഗോസ്പൽ. മാനസാന്തരത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരിക. അതിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരിക. പ്രാധാന്യത, അർത്ഥം. 3, 17-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 30-ാം വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാകാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരം ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എത്ര കാര്യം പറഞ്ഞു? 3 കാര്യം. 4, ഇതാണ് ദൈവസഭ പ്രസംഗിക്കേണ്ടത്. എൻ്റെ ന്യൂ ഇയർ മെസ്സേജ് ഓർക്കുന്നുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 47-ാം വാക്യം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പറഞ്ഞത് കേട്ടോ? അതാണ് പ്രസംഗ വിഷയം. പ്രസംഗം നമുക്ക് വേണ്ട. ഇനി you want to fulfill the great commission, you need to preach the gospel. ദൈവമാണ് അത്ഭുതങ്ങളും അടയാളം ചെയ്യുന്നത്, നമുക്ക് ചെയ്യാനൊക്കത്തില്ല. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം അത് ചെയ്യും. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും പരസ്യയോഗത്തിനൊരിക്കൽ ഐ പ്രേഡ് ത്രൂ ദ മൈക്ക്. 1000 നടന്ന സംഭവമാണ്. ഒരാൻറ്റി വീട്ടിൽ നിന്ന് സൗഖ്യമായി. പാസ്റ്റർക്ക് വരദാനങ്ങളുണ്ടോ? ദൈവമാ സൗഖ്യമാക്കുന്നത്. അത് ആത്മനിയോഗത്തില ചെയ്യേണ്ടത്. അവർ സൗഖ്യമായി, സുവിശേഷം അവർ കേട്ട് അനുസരിച്ചില്ല, അവരെവിടെ പോകും? ഇതാണ് പോയിന്റ്. ഏറ്റവും വലിയ മിറക്കിൾ
പ്രസംഗത്താൽ ആളുകളുടെ അകം ചേഞ്ച് ചെയ്യും ആത്മാവ്. ദാറ്റ്സ് വാട്ട് യു നീഡ്. മറ്റേതിനെ ആരും നിഷേധിക്കുന്നില്ല. We believe in supernatural signs and wonders. Who doesn't believe? പക്ഷേ not at the expense of the preaching of the word. കണ്ടോ ആ 47-ാം വാക്യം? എന്താണ് പ്രസംഗിക്കേണ്ടത്? മാനസാന്തരവും പാപമോചനവും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എല്ലാ സൺഡേയിലും ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്, അവർ പരസ്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. ഇത് ഓർത്തോണം, പ്രസംഗിക്കേണ്ട വിഷയം മാനസാന്തരവും പാപമോചനവും. അതിനൊന്നും ചെയ്യണ്ട, ചെയ്യാനുള്ളത് കർത്താവ് ചെയ്തു. മുപ്പത്തിയെട്ടാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. പത്രോസ് എന്താണ് പറഞ്ഞത്? വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. അതാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ. സ്നാനം ദൈവവചനത്തിൻ്റെ ഉപദേശമാണ്. ആദ്യം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഓരോരുത്തൻ സ്നാനപ്പെടണമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം രഹസ്യ ശിഷ്യന്മാരില്ല. ആയിരക്കണക്കിന് ആളുകൾ കൂടിയിരിക്കുക, അവരോട് പറയാണ് നമ്മൾ സ്നാനപ്പെടണം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടാൽ എന്ത് ചെയ്യണം? ബാക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്കത്തെ സംഭവം ഞാൻ പറഞ്ഞോളാം. എന്താ ഈ സ്നാനം? രഹസ്യ പരിപാടിയില്ല, പരസ്യമായിട്ട് ഉള്ളിലെ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്തണം. ഇവിടെ തീരുമാനമെടുത്ത് തിരുവനന്തപുരത്ത് പോയി മുങ്ങി, എറണാകുളത്ത് മുങ്ങി, അതല്ല ബൈബിൾ പാറ്റേൺ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന് മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുൻപിൽ ഞാനും തള്ളിപ്പറയും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാൻ പോവാ. അറിയാവുന്ന ആള്, ഉദാഹരണം അറിയാമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ലെജി കുടുംബം ഈ സഭയുടെ അംഗങ്ങളാണ്. അദ്ദേഹം സ്നാനപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോണം. സ്നാനപ്പെടുന്ന ആ ആറ്റിൻ്റെ അരികിൽ മുഴുവൻ ഒരാൾക്കാർ വന്നു. അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ആളുകൾ മുഴുവനും ഇത് അറിയണം. അങ്ങനെയാണ് അദ്ദേഹം സ്നാനപ്പെട്ടത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതാ സ്നാനം. കാരണം ഇത് പരസ്യപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, യേശുവിനോട് ചേരാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടണം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആ 38-ാം വാക്യം വായിക്കണം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്. മാനസാന്തരം പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മതി. ദൈവവചനം നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ഒരു വ്യാഖ്യാന ശാസ്ത്രമുണ്ട്. അതനുസരിച്ച് നമ്മൾ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാപമോചനത്തിന് സ്നാനം വേണമെന്നാണ്. എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ റോമാലേഖനം പഠിക്കുന്നവരായതുകൊണ്ട്. ഇത് 38-ാം വാക്യം മാത്രം നമ്മൾ വായിച്ചാൽ ഒരാളിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ചില തെളിവുകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. ഒന്ന്, ഈ വാക്യം എഴുതിയിരിക്കുന്ന കോണ്ടെക്സ്റ്റ്.
2 അപ്പോസ്തല പ്രവൃത്തികളുടെ കോണ്ടെക്സ്റ്റ്, 3 ബൈബിളിൻ്റെ കോണ്ടെക്സ്റ്റ്. അങ്ങനെയാണെങ്കിലേ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആദ്യം ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വാക്യത്തെ ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നോക്കിക്കേ, അവിടെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇംഗ്ലീഷ് വായിക്കാൻ പോവുകയാണ്. Repent and be baptized every one of you in the name of Jesus Christ. അടുത്ത വാക്ക്, for the forgiveness of your sins. അത് കറക്റ്റ് തർജ്ജമയാ മലയാളത്തിൽ. പക്ഷേ ആ for the forgiveness എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന് സ്നാനപ്പെടണം. പക്ഷെ ആ for എന്നുള്ള എയ്സ് എന്ന ഗ്രീക്ക് പദത്തെ because of എന്ന് തർജ്ജമ ചെയ്യാം. എന്ന് പറഞ്ഞാൽ അപ്പം മീനിങ് മാറി. മാനസാന്തരപ്പെട് ബിക്കോസ് ഓഫ് ഫോർഗിവ്നെസ്. നിങ്ങൾ പാപമോചനം ലഭിച്ച് കഴിഞ്ഞത് കൊണ്ട് സ്നാനപ്പെടണമെന്ന് അതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഞാൻ ആ വാക്യം മാത്രമാണ് എടുത്തത്. അതിൻ്റെ ഗ്രാമറാണ്. ഫോർ ദ പർപ്പസ് ഓഫ് എന്നുള്ളതല്ല, ബിക്കോസ് ഓഫ് ഓർ ഓൺ ദി ഒക്കേഷൻ ഓഫ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര ഓർത്തിരിക്കാൻ ഒക്കത്തില്ല. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇനിയും വരിക. 44-ാം വാക്യത്തിൽ ഇവരെ എന്തോ വിളിച്ചിരിക്കുന്നു? വിശ്വസിച്ചവർ എല്ലാവരും. അത് കേട്ടോ, ഇവർ വിശ്വസിച്ചവരാണ്. 38-ാം വാക്യം മാത്രമാണെങ്കിൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനപ്പെടണം. സ്നാനം ആവശ്യമല്ലെന്നല്ല പറയുന്നത്. പക്ഷെ മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിൽ ആരെയാ പ്രസംഗിച്ചത്? ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസം. 44-ാം വാക്യത്തിൽ കോണ്ടെക്സ്റ്റിൽ തന്നെ അവരെ വിളിച്ചിരിക്കുകയാണ് വിശ്വസിക്കുന്നവർ. അപ്പൊ അവിടെ എക്സ്പ്ലിസിറ്റായി ബിലീവ് എന്ന് എഴുതിയിട്ടില്ല. ഇറ്റ് ഈസ് ഇംപ്ലൈഡ്. റൈറ്റ്? ഇനിയും ആക്സിന്റെ കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയാൻ പോവാ. ആക്സ് ഏറ്റവും നല്ലത് ഉദാഹരണം ആക്സ് ചാപ്റ്റർ 8, 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ട്. 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ട് നമുക്കറിയാമല്ലോ, ഷണ്ണനെ ഫീലിപ്പോസ് സ്നാനപ്പെടുത്തി. 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം ഒരു ദൈവവചന ഭാഗത്തെ ഫീലിപ്പോസ് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുകയാണ്. വായിക്കാം. 34 മുതലുള്ള വാക്യം. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? യെശയ്യാ പ്രവചനത്തിലെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് വായിക്കാഞ്ഞത് കുറച്ചുകൂടെ സമയം ലാഭിക്കാൻ വേണ്ടിയാ. ഓക്കെ, താഴെ. തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ആദ്യം കേൾക്കേണ്ടതാ, സുവിശേഷം അറിയിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. ഓക്കെ, എന്നിട്ട് അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അടുത്തത്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. മാനസാന്തരപ്പെട്ട് ബിലീവിംഗ്, ട്രസ്റ്റിംഗ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ, യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് നമ്മുടെ കഴുകൽ. ക്രിസ്തുവിൽ അർപ്പിക്കുന്ന വിശ്വാസത്താലാണ് ആത്മരക്ഷ. ഓക്കെ, സാറ്റിസ്ഫൈഡ് അല്ല. 10-ാം അധ്യായം വരിക. കൊർനെല്യൂസിൻ്റെ വീട്ടിൽ 10-ാം അധ്യായം. ഇപ്പോൾ ഞാൻ ആക്സിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റാണ് 10-ാം അധ്യായം. അതിൻ്റെ 44 മുതലുള്ള വാക്യങ്ങൾ.
ഈ വാക്കുകളെ ആ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ. നിർത്തണം. ഈ വാക്കുകളെ പ്രസ്താവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ 38 വാക്യം മോളെ ഒന്ന് നോക്കിയേ. നസ്രയനായ യേശുവിനെ. മതി 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 എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള പ്രഭാഷണം നടന്നു. പീറ്റർ സ്പോക്ക് ദ ഗോസ്പൽ ടു കൊർണേലിയസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ വിശ്വസിച്ചോ? 11-ാം അധ്യായം 11-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം മുതൽ. അവൻ തന്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. ശ്രദ്ധിക്കണം, അതാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. അന്നേരം സ്നാനപ്പെട്ടിട്ടില്ല. സ്നാനപ്പെടുന്നതിന് മുമ്പ് സുവിശേഷം കേട്ട് വിശ്വസിച്ച ആളുടെ മേൽ ഹോളി സ്പിരിറ്റ് ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ വന്നു. എത്ര ക്ലിയർ ആണ്! Holy Spirit came on the people who were born again by the word of God. അപ്പൊ ഇത് ബാലൻസ് ചെയ്യാൻ. So you mean we don't need the baptism? Not at all. നോക്കിക്കേ, 10-ാം അധ്യായത്തിൻ്റെ മോള് 44 മുതൽ ഇനിയും അങ്ങ് കംപ്ലീറ്റ് അങ്ങ് വായിച്ചു, അതിൻ്റെ 46 വരെ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. ജാതികളുടെ മേലാണ്. അവരതിന് സ്നാനപ്പെട്ടിട്ടില്ല. ബാക്കി കേട്ടോണം. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ആത്മാവ് അന്യഭാഷ അടയാളത്തോടെ അവർ സ്വീകരിച്ചു. അടുത്തവിടെ പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചെന്ന്. ഇനി നിൽക്കാനൊക്കത്തില്ല. You receive the Spirit, you're born again, come on, go and get baptized. Baptismal regeneration അല്ല. മാനസാന്തരപ്പെട്ട the moment you trust in the finished work of Jesus Christ, you are born again, saved. അങ്ങനെയുള്ളവരാണ് സ്നാനപ്പെടേണ്ടത്. അല്ല 38-ാമത്തെ വാക്യം മാത്രം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ തെളിവ് വേണം. 16-ാം അധ്യായം 31 മുതൽ 33 വരെ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിൽ ഉള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. വചനം കേട്ടവർ, വിശ്വസിച്ചവർ സ്നാനമേറ്റു. റൈറ്റ്? ഇനി ഞാൻ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് സ്കിപ്പ് ചെയ്തിട്ട് ബൈബിളിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താ ഞാൻ തന്നെ അങ്ങ് വായിക്കാം. യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. റോമർ 10:9-10 വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം
അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഇനി ഒത്തിരി പറയാനുണ്ട്. ദിസ് ഈസ് ദ ട്രൂത്ത്. എന്താ വിഷയം? ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി ഉണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെടണം. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് ദൈവത്തിൻ്റെ മുൻ നിർണയത്താലാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഡെലിബറേറ്റ് പ്ലാൻ ആൻഡ് ഫോർ നോളജ്. പാപികളുടെ പാപത്തിന് പരിഹാരമായി അതിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ച ആളുകൾ സ്നാനപ്പെടണം. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. പാസ്റ്റർ ആര് പറഞ്ഞു? പറയാം. മർക്കോസ് 16:15, മത്തായി 28:19-20 വാക്യം. 1 കർത്താവിൻ്റെ കൽപ്പന, 2 അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചതാണ്. പാസ്റ്റർ ആര് പറഞ്ഞു? അപ്പോസ്തല പ്രവൃത്തി 2:38, റോമാലേഖനം 6 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 3 ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ സ്നാനപ്പെടുത്തിയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:41 3000 പേർ സ്നാനപ്പെട്ടു. പിന്നെ നമ്മളിപ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ സ്നാനം, ജയിലറിന്റെ കുടുംബം സ്നാനം, സ്നാനം 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 സ്നാനം. അയ്യോ, ഞാൻ ഓർത്ത് സ്നാനപ്പെടണ്ടെന്ന്. അങ്ങനെ ഓർത്തല്ലേ സ്നാനപ്പെട്ടേ നോക്കൂ. പക്ഷെ സ്നാനമല്ല ആദ്യം. ദാറ്റ് ഈസ് ദ പോയിന്റ്. പാപബോധം വരണം. അത് പ്രസംഗത്താലാണ് വരുന്നത്. സുവിശേഷം കേൾക്കുമ്പോൾ ഐ ആം എ സിന്നർ, ഈ ബോധം എനിക്കുണ്ടാകണം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം? ടേൺ ടുവേർഡ്സ് ഗോഡ്, മാനസാന്തരപ്പെടുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗ മരണത്തിൽ മാത്രമേ രക്ഷയുള്ളൂ. അത് വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുകയാണ്. ഗോഡ് വിൽ അക്സെപ്റ്റ് എ സിന്നർ only on one condition. What is that condition? Because of the great price, the substitutionary death of his son Jesus Christ. Oh, I believe. Then brother, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണം. So we will pray. Hallelujah. മനസ്സിലായി? എന്തെങ്കിലും ഞാൻ ഈ പ്രസംഗിച്ചതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ഓ പാസ്റ്റർ, എനിക്ക് മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല. അതൊന്നിൽ നല്ലപോലെ ഉറങ്ങിയതാ, അല്ലെങ്കിൽ ഇന്ന് മനസ്സിലാകരുത് എന്ന് എന്നോട് വാശി പിടിച്ചതാ, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളവർ മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. പക്ഷെ എന്നാലും അങ്ങ് മനസ്സിലായില്ല. ഞാനിവിടെ ഉണ്ട്, എങ്ങും ഓടിപ്പോത്തില്ല. ചോദിച്ച് ക്ലിയർ ആക്കണം. സ്തോത്രം. ഞാൻ അങ്ങോട്ട് കണ്ണടച്ച് കണ്ണ് തുറന്നപ്പോഴത്തേക്ക് പാസ്റ്റർ അങ്ങ് ഓടിക്കളഞ്ഞ. അല്ലായിരുന്നേ ഞാൻ ചോദിച്ച്, ഞാൻ സ്നാനപ്പെട്ടേനെ, എൻ്റെ മമ്മി ഞാനല്ലേ സ്നാനപ്പെട്ടേനെ. ഒന്നും പേടിക്കണ്ട, ആര് പോയാലും ഞാൻ പോകാതെ ഇവിടെ ഇരിക്കാം. ഇതാണ് സത്യം. പിന്നെ ഇത് കഴിഞ്ഞേച്ചെന്തുവാ പാസ്റ്ററെ? അതും പറയാം. 42 വാക്യം മുതൽ, അല്ലെങ്കിൽ 41 വാക്യം, they became part of a new community. അതൊന്ന് വായിച്ചേ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അല്ല ബ്രദർ, പെരുന്നാളും ഒക്കെ ഇല്ല, ഞാനിപ്പോ ഇവരോട് ചേർന്നു, ഒരു പുതിയ കമ്മ്യൂണിറ്റിയുടെ കൂടെ ചേർന്നു. 47 വാക്യം, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത ശ്രദ്ധിക്കണം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഈ കണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ക്രോഡീകരിച്ച് പറയാ. അതാണ് റിയൽ ചർച്ചിന്റെ മെമ്പേഴ്സ്. അല്ല പിന്നെന്തോ പാസ്റ്റർ? ഇനി അടുത്തത് 42 മുതലുള്ള വാക്യങ്ങൾ എന്താണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അതുകൊണ്ടും കഴിഞ്ഞില്ല, പിന്നെ വീട്ടിൽ ചെന്ന് വായിച്ചോണം. 43 വാക്യം തൊട്ട്. സ്തോത്രം. ഓക്കെ, ലെറ്റ്സ് സിംഗ് എ സോങ് ആൻഡ് പ്രൈസ് ദ ലോർഡ്.